പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോരോ പ്രാക്ടിക്കൽ എക്സാം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡോക്ടറേറ്റ് തീസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ ഗൈഡുമാരിൽ നിന്ന് അവർക്ക് വേണ്ടത്ര സഹകരണം കിട്ടാത്തവരുണ്ട്. ഈശോയെ, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുണ്ട്, അവർക്ക് എന്തെങ്കിലും ജോലി കിട്ടണ ഒരു ചാകര സമയമാണിത്. ഇതുവരെയൊക്കെ ഒരു ജോലി കിട്ടിയതായിട്ട് അറിഞ്ഞിട്ടില്ല. ഈശോയെ, കടങ്ങൾ മാത്രം ബാക്കിയായിട്ട് മക്കൾ വിഷമിക്കുന്നുണ്ട്. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പോകുന്നവർ വെറുങ്കയ്യോടെ വരുന്നതും കാണുന്നുണ്ട്. ഈശോയെ, എല്ലാവരുടെയും കടങ്ങളെ പരിഹരിക്കാൻ വേണ്ടി മാത്രം കടലിൽ നീ അനുഗ്രഹിക്കണം. കർത്താവ്, കാർഷിക മേഖലകളിൽ പ്രവർത്തിച്ചിട്ട് കർത്താവെ, അതുകൊണ്ട് വേണ്ടത്ര വരുമാനമോ അതിൻ്റെ തൊഴിൽ കൂലികൾ കൂടുകയും അതിൻ്റെ വരുമാനത്തിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് നമുക്ക് വിറ്റ് വരവ് കുറയുകയും ചെയ്യുന്ന അവസ്ഥയിൽ എങ്ങനെ ജീവിക്കും? സ്ഥലം വിറ്റ് കളഞ്ഞാലോ, റബ്ബർ തോട്ടമോ ഏലത്തോട്ടമൊക്കെ വിറ്റ് കളഞ്ഞാലോ, അത് നോക്കി നടത്തുന്ന ആളിലൊന്ന് ഓർത്ത് വിചാരിച്ചിട്ട് സ്ഥലം വിൽക്കാൻ നടക്കുന്നവരുണ്ട്. ആ ഉള്ള സ്ഥലത്ത് നിന്ന് വേണ്ടത്ര വരുമാനം കിട്ടാത്തവരുണ്ട്. ഈശോയെ, പല തരത്തിൽ അനുഭവിക്കുന്ന ഹെൽപ്പ് ദോസ് ഹു ആർ ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. കർത്താവേ, അത് നിൻ്റെ പരിഗണനയിലുള്ള വിഷയമാണ്. കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു.
ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് സാധാരണ കൃപാസനത്തിലെ പല ക്രിസ്ത്യൻ സാക്ഷ്യങ്ങളെക്കാളും ഉന്നതമായ ഗുണനിലവാരം പുലർത്തുന്ന നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ കേൾക്കും, നമുക്ക് തോന്നും, ദൈവമേ, ഇവർക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നെന്ന് തോന്നും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാരണം, ഈ ക്രിസ്ത്യൻസ് ഈ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ അവർ ദൈവബന്ധങ്ങൾക്ക് ഒത്തിരിയേറെ ഉടമ്പടിയേതര മാർഗങ്ങൾ, നൊവേന പോലെയുള്ള അല്ലെങ്കിൽ തീർത്ഥയാത്ര പോലെയുള്ള പലതരത്തിൽ ദൈവത്തോട് ഇടപഴകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രാർത്ഥനാ രീതികൾ അവരുടെ കയ്യിലുണ്ട്. അപ്പം അവർ അങ്ങനെ പലതും അവർ അനുഷ്ഠിക്കും. തീർത്ഥയാത്ര, അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥന, നൊവേന പ്രാർത്ഥന, കർണക്കൊന്ത, ഇങ്ങനെ പല കാര്യങ്ങളും അവർ അനുഷ്ഠിക്കും. എന്നിട്ട് അതിൽ ഒരു കാര്യമായിട്ട് ഉടമ്പടി എടുക്കും. നിങ്ങൾ ഈ ജന്മത്ത് ഉടമ്പടിയുടെ യാതൊരു അനുഗ്രഹങ്ങൾക്കും അവകാശമാക്കാൻ പോണില്ല. എന്താ കാര്യം? നിങ്ങൾ ഉടമ്പടിയിലല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഉടമ്പടിയിലായിട്ടുള്ള വ്യക്തി ഇപ്പോൾ ഒരാളെ ഉറക്കത്തിൽ വിളിച്ചാലും അയാൾ ആദ്യം ചിന്തിക്കണം, അയ്യോ ഞാൻ ഉടമ്പടിയിലാണല്ലോ എന്നാണ് ചിന്തിക്കണം. ചിലർക്ക് ഭയങ്കര സന്തോഷമാണ് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം. ചില ആൾക്കാർക്ക് ഉടമ്പടി എടുക്കുന്നത്, മറ്റുള്ളവരൊക്കെ ഉടമ്പടി എടുക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ എങ്ങാനും പഠിക്കൽ ബിരിയാണി വിളമ്പിയാലാ എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് എങ്ങനെ അനുഗ്രഹം കിട്ടുമ്പോൾ നമുക്ക് ഉറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി അത് എടുത്തില്ലെങ്കിൽ വേണ്ട, ഇനി ഉടമ്പടി എടുത്തില്ലെന്ന് വേണ്ട, ഇനി അതും എടുത്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചുമ്മാ കയറി ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോരോ സാഹചര്യത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉടമ്പടി എടുത്താൽ ഒരിക്കലും ഉടമ്പടി അതിൻ്റെ ക്ലച്ച് കിട്ടത്തില്ല. അതിൻ്റെ കാരണം നിങ്ങൾ ഉടമ്പടിക്ക് വേണ്ടിയല്ല ഉടമ്പടി എടുക്കണത്, വേറെ എന്തിനു വേണ്ടിയാണ്? ഉടമ്പടിക്ക് വേണ്ടി ഇപ്പം ചില ആൾക്കാർക്ക് യാതൊരുവിധ ഇൻറ്റൻഷനും ഇല്ല. അവരോട് ചോദിക്കാൻ നമ്മൾ ഉടമ്പടി എടുക്കുന്നത് എന്തിനാണ്? ആ ഉടമ്പടിയിൽ വെച്ചാൽ ദൈവമായിട്ട് അടുത്ത് ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയും. അപ്പം ആ ഉടമ്പടി തന്നെ അവർ വളരെ ഹാപ്പിയാണ്. ഉടമ്പടി തന്നെ ഒരാൾ ഹാപ്പി ആണെങ്കിൽ അയാൾ വല്ലാത്ത ഹാർവസ്റ്റിംഗ് നടത്തും. കാര്യം എന്താണ്? ഉടമ്പടിയിൽ തന്നെ അയാൾ ഹാപ്പി ആണെങ്കിൽ ദൈവത്തിൽ ഹാപ്പി ആണെന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മുടെ ഒരു വചനം വായിച്ചിട്ടില്ലേ,
കർത്താവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിച്ചുകൊണ്ട് അവരും കുടുംബവും സന്തോഷിച്ചു വന്നു. അപ്പോസ്തല പ്രവർത്തനം 16:34. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. അതാണ് കറക്റ്റ് ആനന്ദം എന്ന് പറയുന്നത്. ഇപ്പൊ ദൈവത്തിൽ നിന്ന് ജോലി കിട്ടിയത് കൊണ്ടോ ദൈവത്തിൽ നിന്ന് മക്കള് ജനിച്ചത് കൊണ്ടോ വീട് വെച്ചത് കൊണ്ടൊന്നുമല്ല. സുവിശേഷത്തിലെ കറക്റ്റ് ആനന്ദം എന്ന് പറയുന്നത് അതാണ്. എന്താണ്? ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് അയാളും കുടുംബം. പാറാവുകാരനെ കുറിച്ച് പറയണേ, പാറാവുകാരനും കുടുംബവും സന്തോഷിച്ചു വന്നു. എൻ്റെ മക്കളെ, ഈ സന്തോഷത്തിലേക്ക് വരണം. ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ നീ നിൻ്റെ കുടുംബവും സന്തോഷം ഉണ്ടാകണം. ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ നീയും കുടുംബവും സന്തോഷം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിൻ്റെ സന്തോഷത്തിന് ഒരു കാലത്തും കുറവ് വരത്തില്ല. കാര്യം എന്താ? നിൻ്റെ സന്തോഷത്തിൻ്റെ ആസ്പദം ദൈവത്തിൻ്റെ ആനുകൂല്യമല്ല, ദൈവം തന്നെയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഞാൻ എന്നിട്ട് എനിക്ക് ഊണുമില്ല ഉറക്കവും ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടേ ഇരുന്നു. 2 ദിവസം മാതാവ് എനിക്കൊരു ചെറിയ ശിക്ഷ തന്നു എന്ന് വേണം പറയാനായിട്ട്. ഞാനത് ഓർക്കാതിരുന്നതിന് ഞാൻ വിഷമിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഹസ്ബൻഡ് ഉച്ചവരെ പണി ചെയ്തിട്ട് നമുക്ക് ആ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞ് പോകാനായിട്ട് ഞങ്ങൾ റെഡിയായിട്ടിരുന്നപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് എന്നോട് വന്ന് പറഞ്ഞു, നീ നിൻ്റെ അലമാരിയിലെ ഡ്രസ്സ് മുഴുവൻ വാരിയിടാൻ പറഞ്ഞു. ഞാൻ ആ ഡ്രസ്സ് മുഴുവൻ മാതാവ് പറഞ്ഞു തന്നു. ഞാനത് വാരിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വന്നു, എൻ്റെ മോള് അന്ന് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ തലേദിവസം അന്ന് തന്നെ വൈകിട്ട് ടൂറ് പോയിട്ട് രാത്രി 12 മണിയായപ്പോഴാണ് വന്നത്. അപ്പം ഞാൻ ആ ഡ്രസ്സ് ഞാൻ അന്ന് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് എൻ്റെ കയ്യിലെത്തിയപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടല്ലേ അന്ന് പോയത്. അപ്പം എനിക്ക് ഓർമ്മ വന്നു, ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയപ്പോൾ ഞാൻ ഈ ഡ്രസ്സിലാണ് എൻ്റെ കാശുരൂപം കുത്തിയത്. അപ്പോൾ ആ ഡ്രസ്സിലില്ല. അതിനൊരു ഓവർകോട്ട് ഉണ്ടായിരുന്നു. ആ മടക്കിനടിയിൽ തന്നെ ഓവർകോട്ടും ഉണ്ടായിരുന്നു. അത് നോക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ ആ ഓവർകോട്ട് എടുത്ത് നിവർത്തി നോക്കിയപ്പോൾ ആ കാശുരൂപം അതിനകത്ത് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ആ കാശുരൂപം എനിക്ക് തിരിച്ചു കിട്ടി. പിന്നത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങളൊരു പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി പോയപ്പോൾ ഞങ്ങൾ കമ്പത്താണ് പോയത്. കാരണം മാതാവിനെ ഇവിടെ എല്ലാം ഇപ്പം നമ്മളെല്ലാ സ്ഥലത്തും എല്ലാവരും മാതാവിനെ അറിയപ്പെടാത്ത സ്ഥലത്ത് എത്തിക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ കമ്പത്താണ് കൊണ്ടുപോയത്. കമ്പത്ത് 10 കെട്ട് തമിഴ് പത്രവും വാങ്ങി. എനിക്കും ഹസ്ബൻഡിനും ഭാഷ അറിയില്ല, എങ്കിലും എനിക്ക് അറിയിക്കണമെന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ട് ഞങ്ങൾ 10 കെട്ട് പത്രവുമായി പോയി. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ക്രിസ്ത്യൻസ് തീരെയില്ല, മുസ്ലിംസും ഹിന്ദുക്കളും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആർക്ക് ഇനി മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമാകുമോ എന്നൊക്കെ ഹസ്ബൻഡ് ചോദിച്ചു. എങ്കിലും എനിക്ക് നല്ല പ്രത്യാശ ഉണ്ടായിരുന്നു എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന്. ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ അമ്മയെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഇത് ഞാൻ തിരിച്ചു കൊണ്ടുപോകുകയില്ല, എനിക്കൊരു വഴി കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു മുറുകെ പ്രാർത്ഥിച്ചു. മാതാവ് എനിക്ക് കുറച്ച് ദൂരെ ചെന്നപ്പോൾ തന്നെ ഒരു കുരിശടി കാണിച്ചു തന്നു. ആ കുരിശ് നോക്കി ഞങ്ങൾ വണ്ടി അടുപ്പിച്ചപ്പോൾ ആ വഴിയെ കൂടെ പോവില്ല, കുരിശ് കാണുന്ന വഴി. ഞങ്ങൾ വേഗം അവിടെ വണ്ടി നിർത്തി നടന്നു. ഒരു തമിഴന്മാർ താമസിക്കുന്ന ഏരിയ, ചെറിയ റോഡാണ്. അതിലൂടെ ഞങ്ങൾ നടന്നു. കുരിശടി കണ്ട് കുരിശ് നോക്കി ഞങ്ങൾ നടന്ന് അവിടെ ചെന്നപ്പോൾ ഒരു വലിയ പള്ളിയാണ്. ആ പള്ളിയിൽ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അവിടെ എനിക്ക് ദൈവകൃപയാൽ മാതാവിൻ്റെ സാന്നിധ്യമുള്ള ഒരു പള്ളിയായിരുന്നു ആ പള്ളി. എനിക്കത് മനസ്സിലാക്കി അമ്മ തന്നു. അവിടെ ആ പത്രം മുഴുവൻ കൊടുക്കാനും എനിക്ക് സാധിച്ചു. പിന്നെ എനിക്കുണ്ടായൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ അടുത്തുള്ളൊരു കൊച്ചിന് 11 വയസ്സുള്ളൊരു പെൺകുട്ടിക്ക്, അനാമിക എന്നാണ് അവളുടെ പേര്, കാലിന് മുട്ടിന് ക്യാൻസറാണ്. അവൾക്ക് പലതവണ ഉടമ്പടി എടുത്താണെങ്കിൽ പോലും പലതവണ ഇവിടെ വന്നിട്ട് അച്ഛനെ കാണാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഞങ്ങൾ ഒത്തിരി പേരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അവളെ മാത്രം ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അവരെന്നും ഓട്ടോ വിളിച്ചാണ് വരുന്നത്. ഞാനൊരു പ്രാവശ്യം അവർക്ക്
ഓട്ടോക്കൂലിക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് അച്ഛനെ കാണാൻ പറ്റിയില്ല. എനിക്കൊരു വിഷമം തോന്നി. ഞാനെന്നപ്പോൾ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് വചനമാണ്. എൻ്റെ വചനത്തിലൂടെ എൻ്റെ സുഖവും സന്തോഷവും മുഴുവൻ വചനമാണ്. ദുഃഖം വന്നാലും സന്തോഷം വന്നാലും വചനം എടുത്ത് നോക്കി അതിലൂടെ മാത്രമേ ഞാൻ എൻ്റെ സന്തോഷം ദുഃഖവും ഞാൻ പങ്കുവയ്ക്കാറുള്ളൂ. എനിക്കതില്ലാതെ പറ്റില്ല. ഞാനെപ്പോൾ ദൈവത്തിനോട് ഞാൻ ചോദിച്ചു, ദൈവമേ ഇതിൻ്റെ യോഗം എനിക്ക് തന്നെയാണോ അവിടെ കൊണ്ടുവരാനുള്ളതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ വചനം എടുത്തപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ കിട്ടുമെന്ന ബോധ്യവും കാണപ്പെടാത്ത ഉണ്ടെന്നുള്ള ബോധ്യമാണെന്നുള്ള വചനമാണ് എനിക്ക് തന്നത്. ഞാനത് വിശ്വസിച്ചു. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇവിടെ വിളിച്ച് ചോദിച്ചു, അച്ഛനിവിടെ കാണാൻ പറ്റുമോ എന്ന്. അപ്പോൾ അവർ 9:30 ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇനി എപ്പോൾ വരാൻ? അച്ഛൻ ഇന്ന് 3 മണി വരെ ഉള്ളൂ എന്നോട് പറഞ്ഞു. എന്തായാലും ഞാൻ ഒരു വചനം കൂടി എടുത്ത് നോക്കിയപ്പോൾ, അല്പവിശ്വാസി നീ സംശയിച്ചത് എന്ത് എന്നുള്ളൊരു വചനമാണ് എനിക്ക് കിട്ടിയത്. ഞാനൊന്നും നോക്കിയില്ല. ആ കുഞ്ഞിനെ അവളെ എടുത്തുകൊണ്ട് വേണം വരാൻ. 11 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഞാൻ ഹസ്ബൻഡിനെ അന്ന് പണിയാൻ വിട്ടില്ല. ഹസ്ബൻഡിനെയും കൂടെ കൂട്ടി ഞാൻ വേഗം ആ കൊച്ചിൻ്റെ അമ്മയും കൂടെ കൂട്ടി വേഗം ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അവളെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഈ കസേരയിൽ ഇരുന്നപ്പോൾ ഒരു ചേച്ചി ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു, എന്താണ് മോൾക്ക് പറ്റിയതെന്ന്. ഞാൻ പറഞ്ഞു, മോൾക്ക് കാലിനും മുട്ടിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഒന്ന് കാണിക്കാൻ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ വേഗം കൊച്ചിൻ്റെ ഉടുപ്പ് മാറ്റി കാണിച്ചു കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് തൊട്ട് ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അന്നേരം എന്നോട് ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. ചേച്ചി എങ്ങനെ ഇനി പോകുന്നതെന്ന് ചോദിച്ചു. എനിക്കറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി എങ്ങനെയാണ് വന്നത്? ഞാൻ മാവേലിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ചവരെ അച്ഛനൊന്ന് നേരത്തെ പോകുന്നതുകൊണ്ട് നേരത്തെ വരും, എങ്ങും പോകരുതെന്ന് ഇവിടുന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വേഗം കൊച്ചിൻ്റെ ജ്യൂസ് വാങ്ങിക്കാൻ പോയപ്പോൾ ഇവിടെ അച്ഛൻ വന്നിരുന്നു. അപ്പോൾ ആ കൊച്ചിൻ്റെ അടുത്ത് അതേ ചേച്ചി തന്നെ ഓടി വന്ന് അവരോട് പറഞ്ഞു, അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്, വേഗം ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മ പറഞ്ഞു, ആ കുട്ടി എൻ്റെ കൂടെ വന്ന് ചേച്ചി ജ്യൂസ് വാങ്ങിക്കാൻ പോയിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി തന്നെ പറഞ്ഞു, ഞാനിവിടെ ഇരുന്നോളാം, വേഗം ചെല്ലുക, അല്ലെ അച്ഛൻ പോകുമെന്ന് പറഞ്ഞ് അവർ നിർബന്ധിച്ച് കയറ്റി വിട്ടു. ഭാഗ്യം കൊണ്ട് അന്ന് അച്ഛനെ കാണാനും ഒക്കെ ഉള്ളൊരു യോഗം കിട്ടി. പക്ഷേ എനിക്കതിലും വലിയൊരു സംഭവം, ഒരു അനുഗ്രഹം കിട്ടിയത് എനിക്ക് അമ്മ മാതാവിൻ്റെ ഒരു നിറഞ്ഞ സാന്നിധ്യമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കന്ന് ഇവിടെ കിട്ടിയത്. ഞാൻ പലതവണ ഞാനിവിടെ ഉപവാസം എടുത്ത് ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അന്നൊന്നും എനിക്കൊരു വിശപ്പുണ്ടായിട്ടില്ല. ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്ത വിശപ്പ് തോന്നി. ഞാൻ പല സ്ഥലത്ത് ചെന്നപ്പോൾ, എന്നും കഴിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ എന്തോ ചോറില്ല. അപ്പോൾ അവർ പറഞ്ഞു അപ്പുറം ചെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ അവിടെയൊക്കെ ചെന്ന് നോക്കിയിട്ട് എനിക്ക് ചോറ് കിട്ടിയില്ല. ഞാൻ എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ അവർ പറയുന്നുണ്ട്, ഇവിടെ ഒരാൾക്കുള്ള ചോറുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരാൾക്കുള്ള ചോറെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5-6 പേരുമുണ്ട്. എന്നാൽ അവിടെ നിൽക്കുന്നവർ മേടിക്കട്ടെ എന്ന് കരുതി ഞാൻ മാറി നിന്നപ്പോൾ അവിടുന്ന് ഫുഡ് കൊടുക്കുന്ന ചേച്ചി പറഞ്ഞു, ഈ കൊച്ചാണ് ആദ്യം വന്നത്, അതുകൊണ്ട് ഈ കൊച്ചിന് ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ ചേച്ചി എന്നെ കണ്ടോന്ന് പോലും കൂടെ എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ കാശ് കൊടുത്ത് എന്നും മേടിക്കുന്നതിനേക്കാളും ചോറും ഒക്കെ എനിക്ക് അന്ന് കൂടുതൽ കിട്ടി. എനിക്ക് അന്നത് സത്യം പറഞ്ഞാൽ അന്ന് മാതാവിൻ്റെ നിറഞ്ഞൊരു സാന്നിധ്യമാണ് എനിക്ക് അന്ന് ഇവിടെ കിട്ടിയത്. പിന്നെ അതുപോലെ എനിക്ക് പറഞ്ഞറിയിക്കാൻ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അമ്മ മാതാവ് എന്നോട് ക്ഷമിക്കട്ടെ. ഇത്രയും അനുഗ്രഹം തന്ന് ഈ അൾത്താരയിൽ വന്ന് രണ്ടാമത് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഞാനൊരു അക്രൈസ്തവ കൂടിയാണെന്നുള്ള കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. പേര് വിനയ ജോൺ, വരുന്നത് അറുന്നൂറ്റിമംഗലം, UK സെറ്റിൽഡാണ്. എൻ്റെ ഉടമ്പടി ഇവിടെ വന്ന് എടുത്തത് 2/5/2022 ഉടമ്പടി എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2021 മിസ്കാരേജ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതല്ലാതെ തന്നെ ഞാൻ മുമ്പ് ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ്. ഞാനൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് എനിക്ക് കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ജൂലൈയിൽ എനിക്കൊരു പോസിറ്റീവ് റിസൾട്ട് തരണം എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ 2022 എനിക്ക് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോഴത്തേന് ജൂലൈ 17-ാം തീയതി സൺഡേ രാവിലെ ഞാനിങ്ങനെ ഉറങ്ങി 5:30 പ്രാർത്ഥിക്കാൻ എണീക്കുന്നതിന് മുമ്പ് എനിക്കൊരു സ്വപ്നം ഉണ്ടായി. അതിലിങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ ബൈബിൾ വായിക്കുകയാണ്. അതിൽ അച്ഛൻ ഇങ്ങനെ പറയുകയാണ്, അച്ഛൻ വായിക്കുന്ന ബൈബിള് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 18-ാം അധ്യായം. അതിൽ 10-ാമത്തെ വാക്യമാണ് എൻ്റെ മനസ്സിൽ വന്നത്. അടുത്ത വസന്തത്തിൽ ഞാൻ വരുമ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റു. പിന്നെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു, പള്ളിയിൽ പോയി. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കെങ്കിലും അന്നത്തെ ബൈബിൾ വായന
ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയായിരുന്നു. ശരിക്കും എനിക്കതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ മോളെ കിട്ടിയത് 2023 ഓഗസ്റ്റ് 1 തീയതി ഞങ്ങൾക്കൊരു മോളെ തന്ന് അനുഗ്രഹിച്ചു. പ്രഗ്നൻസി സ്റ്റാർട്ടിങ്ങിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എൻഡിങ് ഒക്കെ ആയപ്പോഴത്തേക്കെങ്കിലും കൊച്ചിൻ്റെ ഹാർട്ട് റേറ്റ് കുറയുമായിരുന്നു. നോർമൽ ഡെലിവറി ആയിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചത്. ഹാർട്ട് റേറ്റ് ഒരുപാട് ഡൗൺ ആകുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ CTG മോണിറ്ററിങ്ങിന് പോകുമായിരുന്നു. എന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഹാർട്ട് റേറ്റ് CTG ചെയ്യുമ്പോഴത്തേന് കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇൻഡ്യൂസ് ചെയ്തു, എന്നിട്ടും ഡെലിവറി ആയിട്ടുണ്ടായിരുന്നില്ല. ഓഗസ്റ്റ് 1 തീയതി ഹാർട്ട് റേറ്റ് ഒരുപാട് ഡൗൺ ആയി. അപ്പം അവർ ഡോക്ടേഴ്സ് പറഞ്ഞു നെക്സ്റ്റ് ഡേ മോർണിംഗ് ഫസ്റ്റ് കേസായിട്ട് സിസേറിയൻ എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു, അതായത് 8 മണിക്ക് ശേഷം. പക്ഷേങ്കിൽ അന്ന് ഒരുപാട് ഹാർട്ട് റേറ്റ് ഡൗൺ ആയൊക്കെ ചെയ്തുകൊണ്ട് സിസേറിയന് 5:26 ആയപ്പോഴത്തേന് അവർ എന്നെ സിസേറിയൻ എടുത്തു. 5:37 ചൊവ്വാഴ്ച 1 ഓഗസ്റ്റ് 2023 ഞങ്ങൾക്ക് ഈ മോളെ തന്ന് അനുഗ്രഹിച്ചു.